അപ്പോൾ ഒരു മീൻ കറി വെച്ചാലോ? ഈ പാത്രത്തിൽ 2 ടൈപ്പ് മീനുണ്ട്. ഒന്ന് മാന്തൾ, ഒന്ന് കൂന്തൾ. അവ രണ്ടും നന്നാക്കി തന്നെ മേടിച്ചുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല. ഈ മാന്തളും കൂന്തളും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മാന്തൾ സെപ്പറേറ്റ് ആക്കി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. കൂന്തളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ മീൻ മനസ്സിലായില്ലേ? സ്ക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതാ മാന്തൾ നല്ല വലിയ മാന്തളാണ് കിട്ടി കഴുകി സെപ്പറേറ്റ് ആക്കി വൃത്തിയാക്കി വെച്ചു. ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിൽ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിച്ചിട്ട് കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ടിട്ട് ഈ മസാല അതിലേക്ക് ഒഴിക്കുക. ജാറിൻ്റെ വെള്ളം അയച്ചിട്ടും കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ. അതിന് അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ. ഇത് നന്നായിട്ട് ഇളക്കണം. കാരണം ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷെ ഇത് നന്നായിട്ട് ഇളകി കുറുക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെച്ചാൽ നമ്മളെ പച്ച ഉള്ളി അരയ്ക്കുമ്പോൾ ഒരു കയ്പ്പ് വരാണ്ട് ആ കയ്പ്പ് ചോയ അതിൽ വരും. അപ്പോൾ ഇത് നല്ല കുറുകി വരുന്ന വരെ നമ്മൾ എന്ത് പറയുക നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ടത് എൻ്റെ ഒരു കുറുകി വന്നു. അപ്പോൾ നല്ല കുറുകിയെന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് നെക്സ്റ്റ് പുളി വെള്ളം ഒഴിച്ചു. പുളിയപ്പോൾ ഞാൻ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ ഞാൻ സമയം കൊടുത്തു. തിളച്ചിട്ട് ഒന്നുകൂടി കുറച്ചും കൂടി ഉപ്പ് എനിക്ക് തോന്നി ഉപ്പില്ലാന്ന്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. നല്ല മീൻകറി നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളെ മാന്തൽക്കുട്ടന്മാരെ ഇടും. അപ്പോൾ നോക്കാം, തിളക്കട്ടെ മീൻ. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങി, ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ തിളയ്ക്കണമെന്നും കാണാനല്ലേ തോന്നുന്നു. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ചൂടായപ്പോൾ ഞാൻ മാന്തളിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടു. പിന്നെ മാന്തളിന് അധികം വേവില്ലല്ലോ. പിന്നെ ഈ മാന്തളാണെങ്കിൽ നല്ല വജ്ജുള്ള മാന്തളാണ്, പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ. മാന്തൾ അധികം വേവില്ല. ഇത് തിളച്ചിട്ട് അപ്പോൾ ഇളക്കരുത്, കാരണം പൊട്ടിപ്പോവും. എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ തന്നെ വെള്ളമൊക്കെ പൊന്തി വന്ന് മീൻ നല്ല വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് തോന്നി, ആദ്യത്തെ ഉപ്പൊക്കെ തോന്നി. ഒന്നുകൂടി നോക്കാൻ വെച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നി. പിന്നെ ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന മസാലകളൊക്കെ ഇളക്കി അതിലേക്ക് ആക്കണം കേട്ടോ. അപ്പം നോക്കട്ടെ, ചാറ് നന്നായിട്ടുണ്ട്. ചോറിനൊക്കെ നമുക്ക് പറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മാന്തൾച്ചാറ് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ബൈ.